ലഹരി അത് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന വ്യക്തികളിലും അതെന്ത് രീതിയിലാണെങ്കിലും അത് വസ്തുക്കളോടായാലും പെരുമാറ്റങ്ങളോടായാലും ചില അപകട സൂചനകൾ കാണിക്കുന്നുള്ളതാണ്. ഇതിനെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയണം എന്നുള്ളതാണ്. അതാണ് ഈ ഒരു മോഡ്യൂൾ 6 നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ മോഡ്യൂൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഏതാണ്ട് എന്തൊക്കെയാണ് ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ കാണിക്കുന്ന വാർണിംഗ് സൈൻസ്, അപകട സൂചനകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഫിസിക്കലായിട്ടും വൈകാരികമായിട്ടും പെരുമാറ്റപരമായിട്ടും സാമൂഹികമായിട്ടും എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും എന്നതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയും. എങ്ങനെയാണ് നമ്മൾ ഒരു അഡിക്ഷനെയും ഇത് വെറുതെ ഒരു ഹോബി എന്നുള്ള യൂസ് ചെയ്യുന്നതിനും തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എപ്പോഴാണ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയും. പിന്നെ നമുക്ക് നമ്മളെ കൂട്ടത്തിലൊക്കെ ആർക്കെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോൺഫിഡൻസ് കൈവരിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരാൾ എന്തിനെങ്കിലും അടിമപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നേരത്തെ തിരിച്ചറിയേണ്ടത്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും, ഈ പറയുന്ന ഞാൻ പോലും, നമ്മൾ ഒരു അഡിക്ഷൻ അത് വളർന്ന് പന്തലിച്ച് അത് വലിയൊരു പ്രശ്നമായി മാറുമ്പോഴാണ് പലപ്പോഴും തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനൊരു ഏർലി സ്റ്റേജിൽ നമ്മൾ തിരിച്ചറിയാനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രമേഹമാണെങ്കിലും ഒരു ബ്ലഡ് പ്രഷർ ആണെങ്കിലും ക്യാൻസർ ആണെങ്കിലും അതിൻ്റെ ഏർലി ഘട്ടത്തിൽ തിരിച്ചറിയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഉചിതമായി ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ നമ്മൾ നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഭാവിയിലുണ്ടാകുന്ന വലിയ വലിയ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് ഒരു റൂമിൽ നിന്ന് ഒരു പുകപടലം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീട് മുഴുവൻ കത്ത് നശിച്ചിട്ട് അതിനെ അണക്കാൻ വേണ്ടി നിങ്ങൾ നോക്കാറുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. ഇതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മളുടെ കുട്ടികളിലോ മുതിർന്നവരിലോ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ കാണുകയാണെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഈ ഒരു ചെറിയ പുകപ്പത്തെ കെടുത്തിയതുപോലെ കെടുത്തണം എന്നുള്ളതാണ്. പെട്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പല അസുഖങ്ങളും വന്നിട്ടുണ്ടാവുമല്ലോ. എന്തെങ്കിലും ഒരു അസുഖം അത് നേരത്തെ കണ്ടെത്തിയത് കൊണ്ട് അത് വല്ലാതെ മൂർജിക്കാതെ പോയൊരു സാഹചര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. അങ്ങനത്തെ ഒരു ഉദാഹരണം നിങ്ങൾ എഴുതി വെക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, പണ്ടൊരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട്, ഡോക്ടറെ നിങ്ങൾ എനിക്കൊരു സ്കാൻ ചെയ്ത് തരി, എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയാണെന്ന് ചോദിച്ചു. ഞാനൊരു സ്കാനിങ്ങിന് എഴുതി. ആ റിസൾട്ട് വന്നപ്പം അവർക്ക് കിഡ്നിയിൽ ക്യാൻസർ ആയിരുന്നു. തുടക്കമാണ്, ഓപ്പറേഷൻ ചെയ്തു, കിഡ്നി കളഞ്ഞു. ഇന്നും ആ ഒരു മനുഷ്യൻ എത്രയോ വർഷങ്ങളായിട്ട് സുഖകരമായിട്ടൊരു പ്രശ്നമില്ലാതെ ജീവിച്ചു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ലഹരിയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ചില അപകട സൂചനകൾ എന്തൊക്കെയാണ്? ഒരാൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുള്ളതാണ്. എന്തൊക്കെയാണ്? കണ്ണിങ്ങനെ ചുവന്നു വരിക, ഉറക്കത്തിൽ മാറ്റം വരിക, പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ഭാരം കുറയാം, ചിലപ്പോൾ ഭാരം കൂടിയെന്ന് വരാം, ശരീരഭാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വ്യക്തിത്വ ശുചിത്വത്തിലുണ്ടാകുന്ന കുറവ്, വാക്കുകൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുക, കൈ വിറയൽ അനുഭവപ്പെടുക, ഇടയ്ക്കിടെ പല അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക, പിന്നെ കാരണമില്ലാത്ത പല പരിക്കുകളും സംഭവിച്ചുകൊണ്ടിരിക്കുക, സ്ഥിരമായിട്ടുള്ള ക്ഷീണം. ഒരു ലക്ഷണം മാത്രം കണ്ടാൽ ലഹരി എന്ന് പറയാനാവില്ല. പല ലക്ഷണങ്ങൾ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ. ഇതേ ലക്ഷണങ്ങൾ കാണിക്കുന്ന മറ്റ് ശാരീരിക അസുഖങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ രക്തക്കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാൻസർ ഉണ്ട്, അവരൊക്കെ കാണിക്കുന്ന ഇതുപോലെ ലക്ഷണങ്ങളല്ലേ? ഇതുപോലെ തന്നെയാണ് അഡിക്ഷനും. ഇതുപോലെ തന്നെയുള്ള രോഗമാണ് അഡിക്ഷനും. അത് വെറും ഒരു മാനസിക രോഗമാണെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ ശരീരത്തിൽ തന്നെ കാണുന്ന ലക്ഷണങ്ങളാണ് ഈ കാണിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലായിട്ടുള്ള എവാലുവേഷൻ ഇതിലാവശ്യമാണ്.
ഇനി ഒരു ലഹരി അടിമപ്പെട്ട ഒരാൾക്കുണ്ടാകുന്ന വൈകാരികവും പെരുമാറ്റപരമായിട്ടുള്ള അപകട സൂചനകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ശാരീരികമായിട്ടുള്ളൊരു മാറ്റത്തിന് മുമ്പേ കാണിക്കുന്നത് പലപ്പോഴും ഈ പെരുമാറ്റത്തിലും വൈകാരികവുമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും. മാറി മറിയുന്ന മാനസികാവസ്ഥകൾ, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക, ചിലപ്പോൾ വിഷാദത്തിലേക്ക് പോവുക, ഇതുപോലുള്ള ആശയങ്ങൾ. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, ഒരു രഹസ്യ സ്വഭാവം, ഇതൊക്കെ രഹസ്യമാക്കി വെക്കുക, കള്ളം പറയുക, പഠനങ്ങൾ ഒഴിവാക്കുക, പണത്തിൻ്റെ പ്രശ്നങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കുക, പിന്നെ മുമ്പൊക്കെ ഉള്ള പല പഴയ ഹോബികളും ഉപേക്ഷിക്കുന്ന അവസ്ഥ. ഒന്ന് ചോദിക്കുക, നിങ്ങൾ അറിയുന്ന ആരെങ്കിലും വ്യക്തികളിൽ ഇതുപോലെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾക്കുള്ള ഒരു ആക്ടിവിറ്റി എന്താണ്? ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പെരുമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുവർത്തിക്കാൻ പറ്റുള്ള 5 പെരുമാറ്റങ്ങൾ, ഇതുപോലുള്ള ലഹരിക്ക് അടിമപ്പെടുന്നത് കുറക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ലഹരി ഉപയോഗം കൊണ്ട് നമ്മുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ അവ നൽകും എന്നുള്ളതാണ്. എല്ലാ അഡിക്ഷനും, അതിന് ഫോണിനോടുള്ള അഡിക്ഷൻ ആയാലും MDMA അഡിക്ഷൻ ആയാലും ചിലപ്പോൾ മറ്റെന്ത് കാര്യത്തിലുള്ള അഡിക്ഷൻ ആയാലും ഇത് കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് സാമൂഹിക വിദ്യാഭ്യാസപര മുന്നറിയിപ്പുകൾ നൽകുന്നുള്ള. ലഹരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നൊരു വിപത്താണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുതിയ സംശയാസ്പദമായിട്ടുള്ള സുഹൃത്തുക്കൾ. പരീക്ഷയിൽ പണ്ടൊക്കെ നന്നായി പഠിച്ച കുട്ടിയാണ്, മാർക്ക് കുറഞ്ഞുകൊണ്ട് വരികയാണ്. ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കുക, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, ഐസൊലേറ്റ് ചെയ്യുന്ന സാഹചര്യം, മറ്റുള്ളവരിൽ വിശ്വാസം നഷ്ടപ്പെടുക, പിന്നെ ഒരുപാട് ലീഗൽ ഇഷ്യൂസ്, നിയമപ്രശ്നങ്ങൾ. ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്താണ്? നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഈ ഒരു കാര്യം ചർച്ച ചെയ്യുക. എങ്ങനെ ഒരു നല്ല സൗഹൃദം ഈ അഡിക്ഷനിൽ നിന്ന് ഒരു ജനക്കൂട്ടത്തെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും, ഒന്ന് ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ വലിയൊരു ചോദ്യമാണ്. ക്യാൻസറിനേക്കാളും ഹൃദയാഘാതത്തെക്കാളും അപകടകരമായി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും സമൂഹത്തെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരി എന്ന ഭവിഷ്യത്തിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? ഒരു ക്യാൻസർ രോഗി വന്നാൽ നിങ്ങൾ അവരെ രക്ഷപ്പെടുത്താനും അവരെ പരിചരിക്കാനും വേണ്ടി നോക്കില്ലേ? മിക്ക വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, മിക്ക ചെറുപ്പക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ സുഹൃത്ത് ലഹരി ഉപയോഗിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ പാനിക്കാവരുത്, അവരെ കുറ്റപ്പെടുത്തരുത്, അവരോട് വഴക്കിടരുത്. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരെ ശ്രദ്ധയോടെ കേൾക്കുക, അവർക്കുള്ള ഒരു കെയറിങ്, ഒരു കരുതൽ നിങ്ങൾ പ്രകടിപ്പിക്കുക, അവർക്ക് ചികിത്സ തേടാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. അവരുടെ ജീവന് അപകടമുണ്ടെങ്കിൽ വിശ്വസനീയരായ മുതിർന്നവരെ അറിയിക്കുക. നിങ്ങൾ ഒരു സുഹൃത്താണ്, ഒരു ഡോക്ടറല്ല. ഇന്നത്തെ ഒരു ആക്ടിവിറ്റി, സ്റ്റുഡൻ്റ് അവൻ്റെ ഒരു സുഹൃത്തിനെക്കുറിച്ച് ഭയങ്കര വെറീഡാണ്. സ്റ്റുഡൻറ്റ് ബി, അതാണ് ആ ഫ്രണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ടീവ് കോൺവെർസേഷൻ, ആശയവിനിമയത്തെക്കുറിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യൂ. എങ്ങനെ അവരെ സഹായിക്കാമെന്നതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകൾ വെച്ചിട്ട്. ആ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ, അതെന്ത് ലഹരിയാണെങ്കിലും എപ്പോൾ ചികിത്സ തേടണം. എത്ര ശ്രമിച്ചിട്ടും നിർത്താൻ കഴിയാത്ത സാഹചര്യം, പഠനത്തെയും ജോലിയെയും അത് ബാധിക്കുന്നു. പിന്നെ ഇത് നിർത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടുള്ള വിത്ത്ഡ്രോവൽ ലക്ഷണങ്ങൾ കാണിക്കുക, അമിത അളവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക, ആത്മഹത്യാ ചിന്തകൾ പെരുകി വരിക, ആക്രമിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകുക, പിന്നെ ആരോഗ്യനില മോശമാകുക. ഈ സമയത്തൊക്കെ സഹായം തേടൽ ഒരു ബലഹീനത അല്ല, അതൊരു കരുത്താണ്.
അങ്ങനെ നമ്മൾ മോഡ്യൂൾ 9ൻ്റെ അവസാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ച് പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ് പൂർത്തീകരിച്ചിട്ട് ഈ പഠിച്ച കാര്യങ്ങൾ നമ്മളിൽ നിന്ന് കെയർ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ഏർലി വാർണിംഗ് സൈൻ ചെക്ക് ലിസ്റ്റ്, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും ഇതേപോലത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുന്ന, അപ്പം ഇതുപോലെ ചെടുക്കൊക്കെ കുറച്ച് ലഹരിയൊക്കെ ഉപയോഗിച്ചെന്ന് പറയുന്നുണ്ടാവും. ഈ ഫിക്ഷണൽ കേസ് സ്റ്റഡി റിപ്പോർട്ട് പോലെ അവരെ കാര്യങ്ങൾ നോക്കുക. അവർ കണ്ട ഫിസിക്കൽ വാർണിംഗ് സൈൻസ് എന്തൊക്കെയായിരുന്നു, അവരുടെ പെരുമാറ്റത്തിലുണ്ടായ വാർണിംഗ് സൈൻ എന്താ, അവരുടെ ശരീരത്തിൽ എന്ത് കണ്ടു, അവർക്ക് വൈകാരികമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്, ഓക്കെ, സാമൂഹികമായിട്ട് അവരുടെ ഇടപെടലുകളിലൊക്കെ എന്ത് മാറ്റങ്ങളുണ്ടായി, ഇനി എന്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് റിസർച്ച് നടക്കുക. നമുക്ക് അവർക്ക് വേണ്ടത് സഹായമാണ്. ഓക്കെ, ലഹരി എന്ന് പറഞ്ഞാൽ സാധാരണമായി ക്രമേണ വികസിക്കുന്ന അവസ്ഥയാണ്. ശാരീരികവും മാനസികവും പെരുമാറ്റവും സാമൂഹികവുമായ മാറ്റങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ കഴിയും. കൂടുതൽ സമയോചിതമായ പിന്തുണയും പ്രൊഫഷണൽ ചികിത്സയും ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ നമ്മൾ സഹായിക്കും എന്നുള്ളതാണ്.